വിഷൻ ബോർഡ് ഇന്ന് ഒത്തിരി ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് വിഷൻ ബോർഡ് അല്ലെ. ഒരുപാട് പേര് അവരുടെ ലാസ്റ്റ് ഇയറിൽ വിഷൻ ബോർഡ് കമ്പയർ ചെയ്ത് എന്തൊക്കെ ഗോൾസ് അച്ചീവ് ചെയ്തു, അതുപോലെ തന്നെ ഈ നെക്സ്റ്റ് ഇയറിൽ അവർ പ്രിപ്പയർ ചെയ്യുന്ന വിഷൻ ബോർഡ് ഇതിനെ പറ്റിയിട്ടെല്ലാം ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ ഒരുപാട് പേര് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇന്ന് ഈ വീഡിയോയുടെ തമ്മിൽ കണ്ട് ക്ലിക്ക് ചെയ്തത് 4 കാറ്റഗറി ഓഫ് ആൾക്കാരായിരിക്കും. അതായത് ഫസ്റ്റ് കാറ്റഗറി ഈ വിഷൻ ബോർഡ് വർക്ക് ചെയ്യോ അതോ എന്തെങ്കിലും സ്കാം ആണോ എന്നുള്ള ആൾക്കാരായിരിക്കും. സെക്കൻഡ് കാറ്റഗറി മിക്കതും വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ട്, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നറിയാൻ ആഗ്രഹമുള്ളവരായിരിക്കും. തേർഡ് കാറ്റഗറി വിഷൻ ബോർഡ് എല്ലാം പ്രിപ്പയർ ചെയ്ത് അത് അച്ചീവ് ചെയ്തവരായിരിക്കും. ഇനി ഫോർത്ത് കാറ്റഗറി എന്ന് പറയുന്നത് വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്ത് പക്ഷെ അതിൽ വിഷൻസും അവരുടെ ഗോൾസ് ഒന്നും അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തവരായിരിക്കും അല്ലെ. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് എന്തുകൊണ്ടായിരിക്കും വിഷൻ ബോർഡിൽ നമ്മൾ ഒരുപാട് ഗോൾസ് എല്ലാം സെറ്റ് ചെയ്ത് വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്തിട്ടും നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തത്. ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടാണ്. ഗോൾ 2026 21 ഡേ പേഴ്സണൽ ഗോൾ ക്ലാരിറ്റി പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ 2026 വേണ്ട ഗോൾ സെറ്റിംഗ് തൊട്ട് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന വരെയുള്ള എൻ്റെ പ്രോസസ്സിന് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇത് 1-on-1 സെഷൻ ആണ്. ഡെയിലി 30 മിനിറ്റ്സ് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ പ്രീവിയസ് ഇയേഴ്സിനെ പറ്റിയിട്ട് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റിംഗ് ആയി വരുന്ന പാറ്റേൺസ്, ഇമോഷണൽ ലൂപ്സ് ഇതിനെപ്പറ്റി മനസ്സിലാക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഗോളാണ് വേണ്ടത്, ലൈഫിൽ എന്താണ് വേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഗെയിൻ ചെയ്യാനും നിങ്ങൾ ഇത് ഹെൽപ്പ് ചെയ്യും. ഇന്ന് ഈ വീഡിയോയിൽ വിഷൻ ബോർഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാനോ വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്യാൻ എന്തെല്ലാം ആവശ്യമാണ് എന്നിങ്ങനെയുള്ള ഒരു ഡീറ്റെയിലും കൊടുക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ വിഷൻ ബോർഡ് എന്തുകൊണ്ടാണ് വർക്ക് ആവാത്തത്, വിഷൻ ബോർഡിൽ ഗോൾസ് എങ്ങനെ കുറച്ചുകൂടി ബെറ്റർ ആയ രീതിയിൽ അച്ചീവ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ലഭിക്കും. വിഷൻ ബോർഡ് വർക്ക് ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ പറയുന്നുണ്ട്. ഇതിലെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ അത് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ തേർഡ് പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ മാസത്തിലും 2 days ഫ്രീ കൺസൾട്ടേഷൻ കൊടുക്കാറുണ്ട്. ജാനുവരി മന്തിലെ കൺസൾട്ടേഷൻ ഡേറ്റിനെ പറ്റി അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് ഫ്രീ കൺസൾട്ടേഷൻ എന്ന് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണാൻ 2026 ആ ടൈമിൽ നിങ്ങളുടെ ലാസ്റ്റ് ഇയറിലെ വിഷൻ ബോർഡിലെ ഗോൾസ് എല്ലാം നിങ്ങൾ അച്ചീവ് ചെയ്തോ, അത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ രീതിയിലാണ് എന്തെല്ലാം ടെക്നിക്കാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ റീസൺസ് അറിയാമെങ്കിൽ അതെല്ലാം ഒന്ന് കമന്റ് ബോക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതെല്ലാം ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി എന്തുകൊണ്ടായിരിക്കും വിഷൻ ബോർഡ് വർക്ക് ചെയ്യാത്തത്? ഇതിലെ ഫസ്റ്റ് പോയിന്റ് ആണ്, ഒരുപാട് പേര് ഇഗ്നോർ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്, പ്രീവിയസ് ഇയേഴ്സിനെ അനലൈസ് ചെയ്യാത്തത്. ഇനി എങ്ങനെ പ്രീവിയസ് ഇയർ അനലൈസ് ചെയ്യാം? ഇവിടെ എക്സാമ്പിൾ ആയിട്ട് 2025 എടുക്കാം. 2025 നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇവന്റ്സ് ഉണ്ടായിരിക്കില്ലേ, ആ ഇവന്റ്സ് ഒന്ന് അനലൈസ് ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് എൻ്റെ ലൈഫിൽ എനിക്കൊരു ജോലി വേണമായിരുന്നു, അതല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ വേണമായിരുന്നു. ഇത് രണ്ടും എനിക്ക് കിട്ടിയില്ല. എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും പുതിയ ജോലിയായി, അവർക്കെല്ലാം ജോലിയിൽ പ്രൊമോഷൻ കിട്ടി, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഇവിടെ നടന്നിട്ടുള്ള ഈ ഇവന്റിൽ ഞാനൊരു മീനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ജോലിയായി, അവർക്ക് എല്ലാവർക്കും ജോലിയിൽ പ്രൊമോഷൻ കിട്ടി, എനിക്കിതൊന്നും നടന്നിട്ടില്ല, ഞാൻ ലൈഫിൽ പിന്നിലാണ്, എൻ്റെ ലൈഫിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം വന്നിട്ടില്ല, പഴയ സെയിം പൊസിഷനിലാണ് ഞാൻ ഇരിക്കുന്നത്, എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടില്ല, മറ്റുള്ളവരെല്ലാവർക്കും പ്രൊമോഷൻ കിട്ടി, ഞാൻ ലൈഫിൽ പിന്നിലാണ്. അതുപോലെ തന്നെ എനിക്ക് ഒരു ബ്രേക്കപ്പ് ഉണ്ടായി, അതുപോലെ തന്നെ എൻ്റെ മാരേജ് ഫെയിലായി. ഞാനിവിടെ ആ ഇവന്റിന് കൊടുത്തിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഒന്നും മറക്കാവണില്ല, അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കണില്ല, ഇതായിരിക്കും മീനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും. വേറൊരു എക്സാമ്പിൾ ആയിട്ട് എൻ്റെ ഹെൽത്ത് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇയറിൽ ഞാനൊരു 2-3 months ഞാൻ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടോ അതിലെ 2 weeks ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ജിമ്മിൽ പോയി. പക്ഷെ എന്തുണ്ടായി, എനിക്കത് ഡ്രോപ്പ് ചെയ്യേണ്ട വന്നു, എനിക്ക് അവിടെയും ഞാൻ ഫെയിലായി. ആ ഇവന്റിന് ഞാൻ കൊടുത്തിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് ഞാൻ കൺസിസ്റ്റന്റ് അല്ല എന്നുള്ളതാണ്. 2025 നടന്നിട്ടുള്ള ഓരോ ഇവന്റും നമ്മൾ അനലൈസ് ചെയ്യുക. ആ ഇവന്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ള മീനിങ് എന്താണെന്ന് മനസ്സിലാക്കണം. ആ മീനിങ് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം.
എൻ്റെ ബ്രേക്കപ്പ് ഉണ്ടായി, എനിക്ക് മാരേജ് ഫെയിലിയർ ആയി, അതുപോലെ തന്നെ എനിക്ക് ജോലി കിട്ടിയിട്ടില്ല, ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയിട്ടില്ല, എൻ്റെ ഹെൽത്ത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഞാൻ ഒരു എക്സാം എഴുതി അത് ഫെയിലിയർ ആയി. ഇങ്ങനെ ഒരുപാട് ലൈഫിൽ നമുക്ക് ഒരു ഇവന്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഓരോ ഇവന്റും നമ്മൾ എന്ത് മീനിങ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയിട്ട് ആ ഇവന്റ് ഒരു സൈഡിൽ എഴുതാൻ നമുക്ക് വേണമെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് നമ്മൾ എന്ത് മീനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, എന്ത് മീനിങ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവന്റ് സെപ്പറേറ്റ് ആയി അതിന്റെ മീനിങ്ങും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാറ്റേൺ റെക്കഗ്നേഷൻ ആണ്. നമ്മൾ മുന്നേ പറഞ്ഞ ഇവന്റും അതിന് കൊടുത്തിട്ടുള്ള മീനിങ്ങും നമ്മൾ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. ഇനി ഈ മീനിങ് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. അതായത് എൻ്റെ ലൈഫിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി, എനിക്ക് ലൈഫിൽ എന്തിട്ടില്ല, പ്രൊമോഷൻ കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ എൻ്റെ ഹെൽത്ത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇതിൻ്റെ എല്ലാം ഞാൻ കൊടുത്തിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് പലപ്പോഴും എൻ്റെ ലൈഫിൽ പ്രത്യേകിച്ചൊന്നും നടക്കണില്ല, എനിക്ക് ലൈഫിൽ ഭാഗ്യമില്ല, അതുപോലെ തന്നെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, എന്തെങ്കിലും ഒരു ഹാപ്പി മൊമെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കും, അതേപോലെ നടക്കുമെന്ന് വിചാരിക്കും, പക്ഷെ അതൊന്നും നടക്കണില്ല. ഇതിനെല്ലാം ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇവന്റ്സ് പലപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും, പല രീതിയിലായിരിക്കും ഇവന്റ്സ് ഉണ്ടായിരിക്കുക, പക്ഷെ ഞാൻ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് ഒരു സിമിലർ ആയിരിക്കും. അതായത് ബ്രേക്കപ്പ് ആയി, ഓക്കെ, എൻ്റെ ലൈഫിൽ ഒന്നും അങ്ങോട്ട് വർക്ക് ആവണില്ല, പ്രൊമോഷൻ കിട്ടിയില്ല, എൻ്റെ ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നും നടക്കണില്ല, ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല, അതുപോലെ തന്നെ ഹെൽത്ത് ഞാനൊന്ന് എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, അതും ശരിയാവണില്ല. അപ്പോൾ ഇവന്റ്സ് ആയിരിക്കും ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. ഞാൻ അതിന് കൊടുക്കുന്ന മീനിങ് എന്ന് പറയുന്നത് പലപ്പോഴും സിമിലർ ആയിരിക്കും. ഇതൊരു പാറ്റേൺ ആണ്. ഈ പാറ്റേൺ ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് 2025 എൻ്റെ പല ഇവന്റ്സ് നടന്നിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ഒരു പാറ്റേൺ എന്ന് പറയുന്ന ഞാൻ കൊടുത്തിട്ടുള്ള മീനിങ് പലപ്പോഴും സിമിലർ ആയിരിക്കും. ഈ പാറ്റേൺ, ഈ മീനിങ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ സെയിം പാറ്റേൺ ആയിരിക്കും നിങ്ങൾ 2026 കൊണ്ടുപോവുക. നിങ്ങൾ അവിടെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഗോൾ സെറ്റിംഗ് ചെയ്യും, പക്ഷെ അഗെയിൻ നിങ്ങളുടെ പാറ്റേൺ അവിടെ നിങ്ങളുടെ സിമിലർ ആയിരിക്കും. സിറ്റുവേഷൻസ്, ഇവന്റ്സ് മാത്രമായിരിക്കും ഡിഫറെൻ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് ഇയർ ആവും നിങ്ങൾ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊരു കരിയർ ചേഞ്ച് ചെയ്യാൻ നോക്കുക, പുതിയ റിലേഷൻഷിപ്പിൽ പോയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും, ഇതൊന്നും വർക്കൗട്ട് ആവില്ല. നെക്സ്റ്റ് ഇയറും നിങ്ങളുടെ മീനിങ്, നിങ്ങൾ കൊടുത്തിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഒന്നും ശരിയാവാൻ പോകുന്നില്ല, ലൈഫ് പഴയ പോലെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ പാറ്റേൺ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മൾ ഗോൾ സെറ്റിംഗ് ചെയ്യുമ്പോഴും വിഷൻ ബോർഡ് ചെയ്യുമ്പോഴെല്ലാം വിഷൻ നമ്മൾ അനലൈസ് ചെയ്യും, നമ്മളെല്ലാം ചെയ്യും. പക്ഷെ നമ്മൾ പ്രീവിയസ് ഇയേഴ്സിൽ എന്ത് പാറ്റേൺ ആണ് നമ്മൾ നെക്സ്റ്റ് ഇയറിൽ കൊണ്ടുപോകുന്നത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇവന്റ് നിങ്ങൾക്ക് മനസ്സിലായി, കൊടുത്തിട്ടുള്ള മീനിങ് മനസ്സിലായി, പാറ്റേൺ മനസ്സിലായി. ഇനി ആ ഓരോ ഇവന്റ് നിങ്ങൾക്ക് നടക്കുമ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഇമോഷൻ ഉണ്ടായിരിക്കില്ല. 2025 നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഇമോഷൻ ഉണ്ടായിരിക്കില്ല. ആ ഇമോഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം. അതായത് എനിക്ക് ഒറ്റപ്പെടലാണോ ഉണ്ടായിട്ടുള്ളത്, ഞാൻ ഒരുപാട് എന്നെ കുറ്റപ്പെടുത്താണോ ചെയ്യണേ, അതുപോലെ തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് എന്തൊക്കെയുള്ള ഫ്രസ്ട്രേഷൻ, ഞാൻ ഒരു ആങ്സൈറ്റി ഫ്രസ്ട്രേഷൻ അല്ല ഞാൻ മറ്റൊരാളുടെ അടുത്ത് ദേഷ്യമായിട്ടാണോ കാണിക്കുന്നത്, എന്ത് ഇമോഷനാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തത്. ചിലർക്ക് അത് സന്തോഷമായിരിക്കും, എൻ്റെ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫ് പാർട്ട്ണർ കിട്ടി, എനിക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റി, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ, അതല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കില്ലേ, എനിക്കൊന്നും ശരിയാവണില്ല, ഒരു കാര്യം ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എനിക്കൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ലോൺലിനെസ് ആയിരിക്കും, ചിലർക്ക് ഭയങ്കര സങ്കടമായിരിക്കും, ചിലർക്ക് ആരോടൊക്കെ ദേഷ്യമായിരിക്കും, ചിലർക്ക് സ്വയം ഉള്ളൊരു കുറ്റബോധമായിരിക്കും. ആ ഇമോഷൻ നമ്മൾ കണ്ടെത്തണം. ഇതാണ് നിങ്ങളുടെ ഇമോഷണൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഈ ഇമോഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും സങ്കടം, നിങ്ങൾക്ക് ഒരുപാട് സങ്കടം വരുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നിങ്ങൾ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്ത് തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കുറച്ച് ഗോൾസ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതാവുമ്പോൾ 2-3 ഡേയ്സ് അതിന് വേണ്ടി ഒരുപാട് നിങ്ങൾ എഫേർട്ട് ഇടും. അത് കിട്ടാതാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും. അതുപോലെ ഈ നിങ്ങളുടെ ഇമോഷൻ, ഞാൻ ഒറ്റപ്പെടലാണ് അനുഭവിക്കണം, എനിക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ എനിക്കത് അനുഭവിക്കാൻ താല്പര്യമില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും,
ഒന്നെങ്കിൽ ഞാൻ ഐസൊലേറ്റ് ചെയ്ത് മാറിയിരിക്കും. എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വ്യക്തിയോ ഫ്രണ്ട്സ് സർക്കിളോ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഐസൊലേറ്റ് ചെയ്യും. അതല്ലാതെ ചിലര് പല അഡിക്ഷൻസിലോട്ട് പോകും അല്ലെ. എനിക്കൊന്നും ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് കിട്ടിയില്ല. ഞാൻ ഓട്ടോമാറ്റിക്കലി എന്താവാണ്, എനിക്ക് ആ ഇമോഷൻ പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കണ്ട, അതെനിക്ക് നമ്പ് ചെയ്യണം. ആ ഇമോഷൻ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണ്ട, എനിക്ക് നമ്പ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, പല രീതിയിലുള്ള അഡിക്ഷൻസിലേക്ക് ഞാൻ പോകും. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ആ ഇമോഷൻ നിങ്ങൾ എന്ത് രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നമ്പ് ചെയ്യണേന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതായത് എനിക്ക് സങ്കടപ്പെടുമ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഫോൺ നോക്കിയിരിക്കും, അതല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും മൈൻഡ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അതല്ല, എനിക്ക് ഉള്ളിൽ ഒരു ഗിൽറ്റാണ്, എനിക്കിപ്പോൾ ഒന്നും ഞാൻ ആഗ്രഹിച്ച രീതിയിൽ നടക്കണില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. എഗെയിൻ എന്ത് ചെയ്യും, ആ ഒരു കുറ്റബോധത്തിൽ വീണ്ടും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നീട്ടി 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 വെച്ച് കൊണ്ടുപോയോണ്ടിരിക്കും. ആ ഒരു ഇമോഷണൽ ലൂപ്പ് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, 2025 ഇവന്റ് നിങ്ങൾക്ക് മനസ്സിലായി, ഇവന്റിന് കൊടുത്തിട്ടുള്ള മീനിങ് മനസ്സിലായി. ഇനി ആ മീനിങ്ങിന് നമുക്കൊരു പാറ്റേൺ മനസ്സിലായി അല്ലെ. ഇനി നിങ്ങളുടെ 2025 ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഇമോഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഈ ഇമോഷൻ നിങ്ങൾക്ക് പ്രോസസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്തായാലും നമ്മൾ അതിന് നമ്പ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരിക്കും. ചിലർ ഫോണിലായിരിക്കും, ചിലര് ആൽക്കഹോൾ, ഡ്രഗ്സ്, എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടോ അതെല്ലാം നിങ്ങളുടെ ആ ഇമോഷൻ നിങ്ങൾ നമ്പ് ചെയ്യണതാണ്. ചിലർ ഓവർ ഈറ്റ് ചെയ്യായിരിക്കും, ഒരുപാട് ഭക്ഷണം കഴിക്കായിരിക്കും, ചിലർ അത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും നീട്ടി വെക്കായിരിക്കും. അപ്പോൾ ആ ഇമോഷനും കണ്ടുപിടിച്ചു, ആ ഇമോഷൻ നിങ്ങൾ എന്ത് രീതിയിലാണ് നമ്പ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. അടുത്ത സ്റ്റെപ്പാണ് ഓരോ ലൈഫ് ഏരിയാസും നമ്മൾ റിവ്യൂ ചെയ്യണം. അതായത് ഞാനിവിടെ സ്ക്രീനിൽ 6 ലൈഫ് ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഏരിയ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. 1 മിനിമം 10 മാക്സിമം. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫ് മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലൈഫ് കമ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ പ്രീവിയസ് ഇയേഴ്സ് ആയിട്ടായിരിക്കണം. അതായത് 2024 ഞാൻ എങ്ങനെയായിരുന്നു, 2025 ഞാൻ എങ്ങനെയായിരുന്നു, ഇനി 2026 എനിക്ക് എങ്ങനെയുള്ള ഒരു ആളാവണം. എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മളെ മാത്രമായിരിക്കണം, ഒരിക്കലും നമ്മൾ വേറൊരാളായിട്ട് കമ്പയർ ചെയ്യരുത്. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ എനിക്കിപ്പോ റിലേഷൻഷിപ്പിൽ ഞാൻ കൊടുക്കുന്ന ആ ഒരു മാർക്ക് എന്ന് പറയുന്നത് 1 to 10 ഞാൻ കൊടുക്കുന്ന മാർക്ക് 9 ആയിരിക്കും. മറ്റൊരാൾക്ക് അതത്ര ഫീൽ ചെയ്യോ എന്നുള്ളത് നമ്മളുടെ കൺസേൺ അല്ല. ഞാൻ എത്രയാണ് എൻ്റെ ലൈഫ് ഏരിയാസിലും ഓരോ ലൈഫ് ഏരിയയിലും കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണം. അതായത് ഞാൻ കൊടുത്തിട്ടുള്ള 6 ഏരിയാസ് ഉണ്ട്, 6 ഏരിയാസിലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എത്ര ഒരു മാർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. 1 മിനിമം 10 മാക്സിമം. എന്നിട്ട് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് ബിലോ 5 ആണെങ്കിൽ നിങ്ങൾ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഇത് എന്ത് ചെയ്യാ എന്നുള്ളത് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പറയാം. ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, നിങ്ങളുടെ ലൈഫിൽ 6 ഏരിയാസിൽ നിങ്ങൾ ഓരോ ഏരിയയിലും നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, എത്ര സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഓരോ ഏരിയയിലും നിങ്ങൾക്ക് എത്ര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഓരോ ഏരിയാസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടും. അതായത് എൻ്റെ ലൈഫിൽ ഏത് ഏരിയയിലാണ് ഞാൻ പുറകോട്ട് പോയി നിൽക്കുന്നത്, ഏത് ഏരിയാസ് ആണ് ഓക്കെ ആയിട്ട് പോകുന്നത്, ഏത് ഏരിയയിലാണ് ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആക്കേണ്ടത്, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടും. ഈ ഒരു ധാരണ വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത ഇയറിലോട്ട്, അതായത് ഇപ്പോൾ 2026 എനിക്ക് മുന്നോട്ട് പോകേണ്ടത് ഈ ഒരു അടിസ്ഥാനത്തിലായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കുക, 2025 അതായത് പ്രീവിയസ് ഇയേഴ്സ് എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലോട്ടും നമ്മൾ മുന്നോട്ട് പോകാൻ. ഞാനിവിടെ പറയുന്നത് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്നല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഗോള്, നിങ്ങളുടെ വിഷൻ ബോർഡ് കുറച്ചും കൂടി നല്ല രീതിയിൽ അച്ചീവ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയ രീതിയിൽ ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. നിങ്ങളിൽ എത്ര പേര് വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്തപ്പോൾ, അതായത് 2026 വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്തപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ കൊല്ലത്തെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടോ? ഓരോ ഏരിയാസിലും നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവാണ് അടുത്ത കൊല്ലത്ത് എനിക്ക് എന്ത് വേണം,
2026 എനിക്ക് ഏത് ഏരിയാസിലാണ് എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, എനിക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് എനിക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയാസിലാണ് എനിക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണയാണ്. ഈ ഒരു ധാരണയിൽ നിങ്ങൾക്ക് പുതിയ വർഷത്തെ പറ്റിയിട്ടുള്ള ഗോൾസ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാം ഇത് വളരെ നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്റെ സജഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും പുതിയതായിട്ട് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു പുതിയൊരു കൊല്ലത്തില് നിങ്ങളുടെ വേണ്ട നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റോ അതുപോലെ തന്നെ ഗോൾസോ ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ കറന്റ് ലൈഫ്, അതായത് ഈ ഒരു പ്രീവിയസ് ഇയേഴ്സിലെ എൻ്റെ പാറ്റേൺസ് അതുപോലെ തന്നെ എൻ്റെ ഇമോഷണൽ ലൂപ്പ്, എൻ്റെ ലൈഫിൽ ഞാൻ കൊടുത്തിട്ടുള്ള എൻ്റെ ഓരോ ഇവന്റിലും ഞാൻ കൊടുത്തിട്ടുള്ള മീനിങ്, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ഒരു അടിസ്ഥാനം കിട്ടുകയാണ്. ഈ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത കൊല്ലത്ത് നിങ്ങൾ ലാസ്റ്റ് ഇയർ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കുമല്ലോ, ഈ മിസ്റ്റേക്ക് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇനി വിഷൻ ബോർഡ് വർക്ക് ചെയ്യാത്തതിന്റെ സെക്കൻഡ് പോയിന്റ് ആണ് ലാക്ക് ഓഫ് ക്ലാരിറ്റി ഓഫ് ഗോൾസ്. നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകത ഉണ്ട്, അതായത് ഒരു സെക്കൻഡിൽ ഒരുപാട് മില്യൺസ് ഓഫ് ഇൻഫോർമേഷൻ നമ്മുടെ സെൻസറി ഓർഗൻസ് വഴി നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പ്രോസസ്സ് ചെയ്യാൻ ഇത്രയധികം പ്രോസസ്സ് ചെയ്യാൻ നമ്മുടെ ബ്രെയിനിന് പറ്റത്തില്ല. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടും കൂടി ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അവിടെ ഭയങ്കര നോയ്സും ഭയങ്കര സൗണ്ടും ഒക്കെ ഒരുപാട് കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതിലായിരിക്കും നിങ്ങളുടെ ശ്രദ്ധയും അറ്റൻഷനും ഒക്കെ ഉണ്ടായിരിക്കാം. പെട്ടെന്ന് ആരോ നിങ്ങളുടെ പേര് കോൾ ചെയ്യാണ്. ആ പേര് വിളിക്കുന്ന ടൈമില് നിങ്ങൾ അത്രയും ടൈം നിങ്ങൾക്ക് ഒരുപാട് നോയ്സ് നിങ്ങൾക്ക് ചുറ്റുണ്ടായിരുന്നു, ഒരുപാട് സൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ സഡൻ ആയിട്ട് നിങ്ങൾക്ക് അവിടേക്ക് ആ ശ്രദ്ധ പോയില്ലേ. ഇതാണ് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് RIS എന്ന് പറയുന്ന ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട്. അതായത് ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ബ്രെയിനിന് നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ ബ്രെയിൻ നോട്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങളുടെ പേര് കോൾ ചെയ്തപ്പോൾ ബ്രെയിനിന് അറിയാം അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളെ സംബന്ധിച്ച് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ബ്രെയിൻ ഇത്രയധികം നോയ്സ് ചുറ്റുണ്ടായിട്ടും ഇത്രയ്ക്കധികം സൗണ്ടുകളും മറ്റെല്ലാ സൗണ്ടുകളും ചുറ്റുണ്ടായിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ പേര് വിളിച്ച ടൈമിൽ ബ്രെയിൻ അങ്ങോട്ടത്തേക്ക് അറ്റൻഷൻ കൊടുത്തത്. ഈ ഒരു സെയിം തന്നെയാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വിഷൻ ബോർഡിങ് ചെയ്യില്ല. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിനോട് നമ്മുടെ RIS നമ്മൾ ട്രെയിൻ ചെയ്യാണ്. ഒരു ജോബ് വേണം, ആ ജോബിന് ഇത്ര സാലറി വേണം, ഇന്ന രീതിയിലുള്ള കമ്പനി ആയിരിക്കണം, ഇന്ന രീതിയിലുള്ള ഫെസിലിറ്റീസും ബെനിഫിറ്റും എല്ലാം എനിക്ക് അതിൽ വേണം. ഇതെല്ലാം നമ്മൾ ഗോൾ സെറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് കൃത്യമായി മനസ്സിലാവാണ്, ഓക്കെ ഇന്ന രീതിയിലുള്ള ഒരു ജോബാണ്, ജോബിന് ഇത്ര സാലറി വേണം, ഇന്ന രീതിയിലുള്ള ബെനിഫിറ്റ് വേണം. ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിലും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് നമ്മുടെ RISന് കൃത്യമായിട്ട് അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്യാനും നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടെത്തിക്കാനും സാധിക്കും. ഇതൊരു മാജിക് അല്ല. നമ്മളിവിടെ ബ്രെയിനിന്റെ RIS എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്ത് ബ്രെയിൻ നമുക്ക് എന്താണോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അത് ബ്രെയിൻ നമുക്ക് കാണിച്ചു തരികയാണ്. ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് അല്ലാത്ത എല്ലാ കാര്യങ്ങളും ബ്രെയിൻ എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് റിജക്ട് ചെയ്യാണ്. നമ്മൾ ഈ വിഷൻ ബോർഡിലൂടെയും ക്ലിയർ ആയിട്ടുള്ള ഗോൾ സെറ്റിങ്ങിലൂടെയും നമ്മൾ GPS ബ്രെയിനിന് കൊടുക്കുകയാണ്. എൻ്റെ ഡിസയേഴ്സ്, എൻ്റെ ഗോൾസ്, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഇതാണ്, എനിക്കിതിലോട്ട് എത്തിച്ചേരണം, അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടും അതുപോലത്തുള്ള പല രീതിയിലുള്ള ഇൻഫോർമേഷൻ ആയിട്ടും ബ്രെയിൻ നമുക്ക് മുന്നിൽ കാണിച്ചു തരും. അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വിഷൻ ബോർഡിലെ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഗോളിലേക്ക് നമുക്ക് എത്തിച്ചേരണം എങ്കിൽ ആ ഗോൾ അത്രയ്ക്കും പ്രിസൈസ് ആയിട്ടും ക്ലിയർ ആയിട്ടും ബ്രെയിനിന് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഇൻഫോർമേഷൻ ബ്രെയിനിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എങ്ങനെയാണ് ക്ലാരിറ്റിയിൽ ഗോൾ സെറ്റിംഗ് ചെയ്യുക? ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആസ്ക് യുവർ സെൽഫ്, എന്താണ് എനിക്ക് വേണ്ടത്? ഒരു ഗോളിന്റെ പിന്നിലുള്ള മോട്ടിവേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. എൻ്റെ ഗോൾ എന്ന് പറയുന്നത് എനിക്കൊരു റിലേഷൻഷിപ്പ് ആണ്, എനിക്കൊരു സോൾമേറ്റ് ആണെന്ന് വിചാരിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാള് എനിക്ക് എൻ്റെ ലൈഫിലോട്ട് വന്നു. ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ സോൾമേറ്റ് ആണ്. പക്ഷെ എനിക്ക് ലഭിക്കുന്ന ലൈഫ് ചിലപ്പോൾ ഒരു ടോക്സിക് ആയിട്ടും അൺഹാപ്പി ആയിട്ടുള്ള ലൈഫാണെന്ന് വിചാരിക്കുക. ഇവിടെ എന്തോ ഒരു മിസ്മാച്ച് ഇല്ലേ? എനിക്ക് വേണ്ടത് എൻ്റെ സോൾമേറ്റ് ആണ്, പക്ഷെ എനിക്ക് ലഭിച്ചത് അൺഹാപ്പി ആയിട്ടും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. ഞാനിപ്പോൾ അനുഭവിക്കുന്ന ലൈഫിൽ ഞാൻ വളരെ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്, എനിക്ക് ആരുമില്ല. എൻ്റെ ലൈഫിൽ ആരെങ്കിലും ഒരു പാർട്ട്ണറോ എനിക്കൊരു റിലേഷൻഷിപ്പ് ആയാലോ അതുപോലെ തന്നെ ഒരു സോൾമേറ്റ് എൻ്റെ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാൽ
ഞാനിപ്പോ അനുഭവിക്കുന്ന ആ ഒറ്റപ്പെടലില്ലേ, അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കും. അതിൽ നിന്നൊരു റിലാക്സേഷൻ കിട്ടുമല്ലോ. നമുക്കൊരു പാർട്ണർ ഉണ്ടാവുമ്പോൾ ഒരു റിലാക്സേഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ എനിക്കൊരു പാർട്ണർ വേണം. അപ്പോ ഇതിന്റെ പിന്നിലെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്റെ ലൈഫിൽ ഞാൻ തനിച്ചാണ്. എനിക്ക് ആരുമില്ല. അതുകൊണ്ട് ആരെങ്കിലും എന്റെ ലൈഫിൽ വേണം. ഇത്തരത്തിലുള്ള നമ്മളുടെ പല ആഗ്രഹങ്ങളും വരുന്നത് വോയിഡിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിലോട്ട് ഒരു റിലേഷൻഷിപ്പ് വരും. ആ റിലേഷൻഷിപ്പ് വരുന്ന ടൈമിൽ നമ്മുടെ ലൈഫിൽ ഓക്കെ ഇപ്പൊ എനിക്ക് ഒറ്റപ്പെടലൊന്നുമില്ല, കാരണം എന്റെ കൂടെ ആ വ്യക്തി ഉണ്ട്. ഒരു 2-3 മന്ത്സോ അല്ലെങ്കിൽ 1 ഇയറോ കഴിയുമ്പോൾ ആ വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് എഗെയിൻ പോയി കഴിയുമ്പോൾ ഈ പറഞ്ഞ വോയിഡ് എഗെയിൻ നമ്മുടെ ലൈഫിൽ നിൽക്കുന്നുണ്ടായിരിക്കും. കാരണം നമ്മൾ നമ്മുടെ ആ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ആ വോയിഡ് നമ്മൾ ഫില്ല് ചെയ്തത് നമ്മളുടെ സോൾമേറ്റിനെ കൊണ്ടോ നമ്മുടെ റിലേഷൻഷിപ്പ് കൊണ്ടായിരിക്കും. ഈ വ്യക്തി ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് നമുക്ക് എഗെയിൻ ആ ഒറ്റപ്പെടൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല ബ്രേക്കപ്പ് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം വരുന്നത്, നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതാവുന്നതും നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞ് ആ വ്യക്തിയുടെ പിന്നാലെ പോകുന്നതെല്ലാം നമ്മുടെ ആ വോയിഡ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ്. ഞാനിവിടെ പറയുന്നത് നമ്മളുടെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളോ ഗോൾസോ ഒന്നും തെറ്റാണെന്നല്ല. നമ്മളുടെ ഒരു ആഗ്രഹം, നമ്മളുടെ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലുള്ള മോട്ടിവേഷൻ എന്താണെന്ന് മറ്റാർക്കും അറിഞ്ഞില്ലെങ്കിലും എനിക്ക് സ്വയം മനസ്സിലാവണം. ഓക്കെ, എന്റെ ഈ ആഗ്രഹം വന്നിരിക്കുന്നത് ഈ ഒരു വോയിഡിൽ നിന്നാണ്. എന്റെ ഈ ആഗ്രഹം വന്നിരിക്കുന്നത് മറ്റൊരാളുടെ മുന്നിൽ എന്റെ സെൽഫ് വർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്റെ ഈ ഒരു ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യണം എന്ന ആഗ്രഹം വന്നിരിക്കുന്നത് എനിക്ക് സെൽഫ് വാലിഡേഷൻ, ഞാൻ മറ്റൊരു എക്സ്റ്റേണൽ വാലിഡേഷൻ സീക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഡിസയേഴ്സിന്റെ എല്ലാം പിന്നിലുള്ള മോട്ടിവേഷൻ അതെന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എന്തോ മിസ്സിങ്, അതുപോലെ തന്നെ ലൈഫിൽ എവിടേക്ക് എത്തിയിട്ടും ഒന്നും എത്താത്ത പോലെ തോന്നുന്ന ഫീലിംഗ് എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നത് ഈ വോയിഡ് കണ്ടെത്തി അതിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ ഗോൾ സെറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമുക്ക് ഒരുപാട് ഗോൾസ് ഉണ്ടായിരിക്കും അല്ലെ. എനിക്ക് ചിലപ്പോൾ 2026 അച്ചീവ് ചെയ്യാൻ ഒരു 10 ഗോൾസ് ഉണ്ടായിരിക്കും. ഒരുപാട് ഗോൾസ് ഉണ്ടാവുമ്പോൾ നമ്മൾ അത് അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള 3 ഏരിയാസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇതിനാണ് ലാസ്റ്റ് പോയിന്റിൽ ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ ലൈഫിലെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള ആ ലൈഫ് ഏരിയ ചാർട്ട് ഉണ്ടല്ലോ, ആ ചാർട്ടിൽ നിന്ന് ബിലോ 5 വരുന്ന 3 ഏരിയാസ് നമ്മൾ സെലക്ട് ചെയ്യണം. പലർക്ക് ഇത് ബിലോ 5 വരുന്ന 3ൽ കൂടുതൽ ഏരിയാസ് ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ പ്രയോറിറ്റി ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ചിട്ട് അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കും, ചിലർക്ക് അത് കരിയർ ആയിരിക്കാം, ചിലർക്ക് അത് ഫൈനാൻസ് ആയിരിക്കാം, ചിലർക്ക് അത് വേറെ എന്തെങ്കിലും ഏരിയ ആയിരിക്കും. നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള 3 ഏരിയാസ്, പ്രയോറിറ്റി ലിസ്റ്റിലുള്ള 3 ഏരിയാസ് നിങ്ങൾ കണ്ടെത്തി ആ ഒരു രീതിയിൽ വേണം ഗോൾ സെറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് എന്റെ എൻഡ് ഗോൾ എന്ന് പറയുന്നത് കരിയറിലെ പ്രൊമോഷനോ സാലറി ഇൻക്രിമെന്റോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യലോ ആണെന്ന് വിചാരിക്കാം. അപ്പൊ പ്രോസസ് ഗോൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ ഡെയിലി വരുന്ന ചോയ്സസ്, നമ്മുടെ ആക്ഷൻ ആയിരിക്കും. ഇത് എന്തായിരിക്കും? എനിക്കിപ്പോ ഒരു പ്രൊമോഷൻ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും എന്റെ സ്കിൽ അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്റെ വർക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കണം. അതല്ല, എനിക്കൊരു ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതാണ് എന്റെ എൻഡ് ഗോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോസസ് ഗോൾ എന്ന് പറയുന്നത് നമ്മൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യണം, മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം, നമ്മൾ സപ്ലയേഴ്സിനെ കണ്ടെത്തണം, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇതെല്ലാം ചെയ്യുന്ന ഒരു ആക്ഷൻ, നമ്മുടെ ഹാബിറ്റ് ആണ് ഈ പ്രോസസ് ഗോൾ എന്ന് പറയുന്നത്. ഈ പ്രോസസ് ഗോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, എത്ര കണ്ട് കൺസിസ്റ്റന്റ് ആയി ചെയ്യുന്നു എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ എൻഡ് ഗോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ് ഗോളിൽ വേണം നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാനും. നമ്മൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ പ്രോസസ് ഗോൾ എന്ന് പറയുന്നത്. നമ്മുടെ വിഷൻ ബോർഡിൽ നമ്മൾ കാണിക്കുന്നത് ഒരു സാലറി, ഒരു പ്രൊമോഷൻ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നതാണെങ്കിൽ അതിന് പിന്നിൽ വരുന്ന നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ ഡെയിലി ചോയ്സസ് ഇതെല്ലാമാണ് പ്രോസസ് ഗോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസസ് ഗോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇങ്ങനെ ഗോൾ സെറ്റിംഗ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ്, പ്രോസസ് ഗോൾ ഇതെല്ലാം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി ചെയ്യുമ്പോൾ നിങ്ങളുടെ വിഷൻ ബോർഡിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഗോൾസും അതുപോലെ തന്നെ നിങ്ങളുടെ ആ വിഷൻ എല്ലാം നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആക്ഷൻ ബോർഡാണ്.
നിങ്ങളുടെ ആക്ഷൻ അനുസരിച്ച്, നിങ്ങളുടെ ഡെയിലി ഹാബിറ്റ് അനുസരിച്ച്, നിങ്ങളുടെ ഡെയിലി ചോയ്സ് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ എന്ത് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്ത പോയിന്റ് ആണ് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയേഴ്സ് എല്ലാം കൃത്യമായി അനലൈസ് ചെയ്തു. ഈ ഒരു ഇയറിലേക്ക് വേണ്ട ഗോൾസ് കൃത്യമായി ക്ലാരിറ്റിയോട് കൂടിയിട്ടെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തു. ഇതെല്ലാം ചെയ്ത് അതിന് വേണ്ട പ്രോസസ് ഗോൾ, അതെല്ലാം ഡെയിലി ആക്ഷനും ഹാബിറ്റ് എല്ലാം ഞാൻ കൃത്യമായി ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ടും എനിക്ക് എൻ്റെ വിഷൻ ബോർഡ് വർക്ക് ചെയ്യാത്തത് പോലെയും അതുപോലെ തന്നെ എൻ്റെ ഗോൾസ് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കാതെ എല്ലാം വരുന്നു. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നതാണ് ലിമിറ്റിംഗ് ബിലീവ്സ് എന്ന് പറയുന്നത്. ഈ ലിമിറ്റിംഗ് ബിലീവ്സ് എന്ന് പറയുന്നത് അസംഷൻസ് ആണ്. അതായത് എനിക്ക് എന്നെ പറ്റിയിട്ടുള്ള അസംഷൻ, എനിക്ക് എൻ്റെ ചുറ്റുള്ള വേൾഡിനെ പറ്റിയിട്ടുള്ള അസംഷൻ, ഇത് രണ്ടും ഒരു നെഗറ്റീവായ രീതിയിൽ നമ്മളുടെ സെൽഫ് ഗ്രോത്തിന്, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന്, നമ്മുടെ ലൈഫിന് ഒട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു ബിലീവ്സ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ആയിട്ട്, ഞാൻ ഇന്നും ലൈഫിൽ തോറ്റുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഞാൻ ഒട്ടും നല്ല, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, കേട്ടിട്ടില്ലേ? എനിക്ക് ഒന്നിനും കഴിവില്ല, ഞാൻ എന്നും ഫെയിലിയർ ആണ്, എനിക്ക് എന്ത് ചെയ്തിട്ടും ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫ് എനിക്ക് കിട്ടുന്നില്ല. ഇതുപോലുള്ള ഒത്തിരി ലിമിറ്റിംഗ് ബിലീവ്സ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. പ്രത്യേകം മനസ്സിലാക്കുക, പല ലിമിറ്റിംഗ് ബിലീവ്സും നമുക്ക് അൺകോൺഷ്യസ് ആയിരിക്കും. എനിക്ക് എൻ്റെ ലിമിറ്റിംഗ് ബിലീവ്സ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഈ ലിമിറ്റിംഗ് ബിലീവ്സ് ഫോം ചെയ്തിട്ടുള്ളത് ബിലോ 10 ഇയേഴ്സിലായിരിക്കും. അതായത് ബിലോ 10 ഇയേഴ്സിൽ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ള, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്നായിരിക്കും ഈ ലിമിറ്റിംഗ് ബിലീവ്സ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കാം. എക്സാമ്പിൾ ആയിട്ട്, എൻ്റെ മദർ എപ്പോഴും പറയാണ്, നിന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, നിന്നെ പഠിക്കാനൊന്നും കൊള്ളത്തില്ല, നീ എന്നും ഫെയിലിയർ, എന്ത് ചെയ്താലും നീ ശരിയാവത്തില്ല. ഇത് ഒരുപാട് കേട്ട് വളർന്ന കുട്ടി ആ ഒരു ബിലീവ് സിസ്റ്റം എടുത്തു വെക്കും. അതായത് ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ ഓൾവേസ് ഫെയിലിയർ ആണ്, അതുപോലെ തന്നെ എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല. ആ ഒരു ബിലീവ് സിസ്റ്റം മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അത് സ്ട്രോങ് ആയിട്ടുള്ള ബിലീവ് സിസ്റ്റം ആയിട്ട് ഫോം ചെയ്യും. ഈ ബിലീവ് സിസ്റ്റം ആയിരിക്കും ഈ കുഞ്ഞിന്റെ അഡൾട്ട് ലൈഫിലും കാണാൻ പറ്റുക. നമ്മളൊരു വിഷൻ ബോർഡ് എല്ലാം ഉണ്ടാക്കി വെച്ച് എൻ്റെ ഗോൾസ് ഇതെല്ലാമാണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് ഉണ്ടാക്കി വെച്ചു. പിറ്റേന്ന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്തു. 2 ഡേയ്സ് കഴിഞ്ഞു, ജിമ്മിൽ പോകാൻ പറ്റാണ്ടായി, നമ്മൾ അവിടെ ബ്രേക്കായി. നമ്മുടെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ബിലീവ് സിസ്റ്റം പുറത്തോട്ട് വരും. അതായത് നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, നീ ഇത് എത്ര ചെയ്താലും നീ ശരിയാവത്തില്ല, നീ എന്നും ഫെയിലിയർ ആണ്. ഇനി ഈ ലിമിറ്റിംഗ് ബിലീവ്സ് എങ്ങനെ റീവൈവ് ചെയ്യാം? അതിനു മുന്നേ കോൺഷ്യസ് മൈൻഡ് എന്താണെന്നും സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്നും മനസ്സിലാക്കണം. സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ഐസ്ബർഗിന്റെ മുകളിലുള്ള ഭാഗത്താണ് നമ്മൾ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഇതൊരു ഏകദേശം 10% വരും. അതുപോലെ തന്നെ ഈ ഐസ്ബർഗിന്റെ താഴെ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അതാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഇത് 90%ഓളം വരും. ഈ കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുക, ഗോൾ സെറ്റിംഗ് ചെയ്യുക, ഇതെല്ലാം നമ്മുടെ കോൺഷ്യസ് മൈൻഡ് വെച്ചിട്ടായിരിക്കും ചെയ്യാം. ഇനി ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മളുടെ ഹാബിറ്റ്, അതുപോലെ തന്നെ ബിലീവ്സ്, ഈ ലിമിറ്റിംഗ് ബിലീവ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ പാറ്റേൺ, ബിഹേവിയറൽ പാറ്റേൺ, അതുപോലെ തന്നെ നമ്മൾ ഇമാജിനേഷൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ലോങ് ടേം മെമ്മറീസും, ഇതെല്ലാം സ്റ്റോർ ചെയ്തിട്ടുള്ളത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ ഡെയിലി ലൈഫിലെ 95% കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ് മുന്നേ പറഞ്ഞ രീതിയിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഹാബിറ്റ്, ഇമോഷണൽ പാറ്റേൺ, ബിഹേവിയറൽ പാറ്റേൺസ്, അതുപോലെ തന്നെ ലിമിറ്റിംഗ് ബിലീഫ്സ്, എല്ലാ ബിലീഫ് സിസ്റ്റംസും എല്ലാം ഇതെല്ലാം സ്റ്റോർ ചെയ്തിട്ടുള്ളത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. എക്സാമ്പിൾ ആയിട്ട് ഡ്രൈവിങ്ങും കുക്കിങ്ങും എടുക്കാം. ഇത് രണ്ടും നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അത് പിന്നീട് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ ആയിരിക്കും ഈ 2 കാര്യങ്ങളും ചെയ്യുക, അല്ലേ? ഇത് രണ്ടും ചെയ്യുന്നത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് വെച്ചിട്ടായിരിക്കും. അതായത് ഡ്രൈവിങ്, കുക്കിംഗ് എന്ന് പറയുന്ന ഈ 2 കാര്യങ്ങളും ഒരുപാട് നാളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് അത് സ്റ്റോർഡ് ആണ്. അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് അത്രയും കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഈ 2 കാര്യത്തിൽ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല.
അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പാട്ട് കേട്ടിട്ടും അതുപോലെ തന്നെ നമ്മൾ ആരോടും സംസാരിച്ചിട്ടെല്ലാം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിട്ട് അതിന് കൊടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലേ. കോൺഷ്യസ് മൈൻഡിന് ലോജിക് ഒന്നും മനസ്സിലാവില്ല. നമ്മൾ പലപ്പോഴും വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് ഗോളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് യൂസ് ചെയ്തിട്ടായിരിക്കും. സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാവുന്നത് എക്സ്പീരിയൻസ് വഴിയും അതുപോലെ തന്നെ റിപ്പീറ്റേഷൻ വഴിയായിരിക്കും. നമ്മുടെ ഹാബിറ്റ് എന്ന് പറയുന്നത് ഫ്രീ ടൈമിൽ നെറ്റ്ഫ്ലിക്സ് കാണുക, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ജങ്ക് ഫുഡ് എല്ലാം കഴിച്ച് നമ്മൾ വളരെ ചില്ലായിട്ടിരിക്കുന്ന നമ്മുടെ ഹാബിറ്റ് ആണെന്ന് വിചാരിക്കുക. സബ് കോൺഷ്യസ് മൈൻഡിന് ഇതാണ് അറിയുന്നത്. കാരണം റിപ്പീറ്റേഷനിലൂടെ സബ് കോൺഷ്യസ് മൈൻഡ് ലേൺ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലായിരിക്കും. നമ്മുടെ ലൈഫിലെ ഒരുപാട് ഏരിയാസിൽ ഈ ഒരു ലിമിറ്റിംഗ് ബിലീവ്സ് നമ്മൾ പോലും അറിയാതെ അൺകോൺഷ്യസ്ലി നമ്മുടെ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഒരിക്കലും ഈ കോൺഷ്യസ് പറയുന്ന കാര്യങ്ങൾ ബ്ലൈൻഡ്ലി എന്ത് ചെയ്യത്തില്ല, എടുക്കത്തില്ല. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് കാര്യങ്ങൾ പഠിക്കുന്നത് എക്സ്പീരിയൻസ് വഴിയും അതുപോലെ തന്നെ റിപ്പീറ്റേഷൻ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ നമുക്ക് റീവയർ ചെയ്യാം? ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ റീവയർ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് അവയർനെസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലിമിറ്റിംഗ് ബിലീവ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ തോട്ട്സ്. നമ്മുടെ തോട്ട്സ് പലപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കുന്ന കാര്യമായിരിക്കും. എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എനിക്കൊരു പുതിയതായിട്ടുള്ള ഒരു ജോബിലോട്ട് കയറണം, എനിക്ക് പുതിയതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ എൻ്റെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ബെറ്റർ ആക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന എൻ്റെ ഇന്നർ ഫിയേഴ്സ് എന്ന് പറയുന്നത്, എൻ്റെ ലിമിറ്റിംഗ് ബിലീവ്സ് എന്ന് പറയുന്നത്, നീ എന്നും ലൈഫിൽ ഒരു ഫെയിലിയർ ആണ്, അതുപോലെ തന്നെ നിന്റെ ലൈഫിൽ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല, നീ എന്തെങ്കിലും സന്തോഷമുള്ള ഒരു കാര്യം നീ ആഗ്രഹിക്കും, പക്ഷെ നിനക്ക് എന്നും ഒരു സാഡ്നെസ് ആയിട്ട് നിനക്കൊരു കിട്ടാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ലിമിറ്റിംഗ് ബിലീവ്സ് പുറകോട്ട് വലിക്കുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മൾ തോട്ട്സ്, നമ്മുടെ എന്ത് റിക്കറിംഗ് ആയിട്ടുള്ള തോട്ട്സ് ആണ് നമുക്ക് വരുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടുള്ള അവയർനെസ് നമുക്ക് വേണം. നമ്മൾ ഇത്തരത്തിൽ തോട്ട്സും ഇമോഷൻസും പാറ്റേൺസ് എല്ലാം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ പലപ്പോഴും ലേസി ആണെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ പലതും ചെയ്യാതിരിക്കുന്നത് നമ്മുടെ ലേസിനെസ് ആയതുകൊണ്ടോ നമ്മുടെ ലൈഫിൽ നല്ലത് വന്നു ചേരണ്ട എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ടല്ല. പലപ്പോഴും നമ്മുടെ ഇന്നർ ബിലീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റിംഗ് ബിലീവ്സ് ആയിരിക്കും നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ടായിരിക്കും. ഈ ലിമിറ്റിംഗ് ബിലീവ്സ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ജേർണലിംഗ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ജേർണലിങ്ങിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ ബിലീവ്സ്, ഇന്നർ തോട്ട്സ്, അതുപോലെ തന്നെ ഇമോഷൻസ്, പാറ്റേൺസ് ഇതിനെ പറ്റിയിട്ടെല്ലാം കൃത്യമായിട്ടൊരു ധാരണ കിട്ടും. ഇതിലൂടെ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീവ്സിനെ പറ്റി നിങ്ങൾക്ക് തിരിച്ചറിയാനും സാധിക്കും. ഈ ലിമിറ്റിംഗ് ബിലീവ്സിനെ റീവയർ ചെയ്യണം. അതായത് എൻ്റെ ലിമിറ്റിംഗ് ബിലീവ്സ് എന്താണെന്ന് എനിക്ക് ഇത്രയും നാൾ അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഗോൾ സെറ്റിംഗ് എല്ലാം ചെയ്ത് വിഷൻ ബോർഡിങ് എല്ലാം ചെയ്തിട്ടും എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവാത്തത് എൻ്റെ തന്നെ ലിമിറ്റിംഗ് ബിലീവ്സ് ആണെന്നുള്ള ആ അവയർനെസ്സിൽ തന്നെ 50% ഷിഫ്റ്റ് അവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഈ ലിമിറ്റിംഗ് ബിലീവ്സ് എൻ്റെ സെൽഫ് ഗ്രോത്തിനെ, എൻ്റെ പേഴ്സണൽ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുന്ന ഈ ലിമിറ്റിംഗ് ബിലീവ്സിനെ റീപ്ലേസ് ചെയ്ത് എംപവറിംഗ് ആയിട്ടുള്ള ഒരു ബിലീവ് സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇതെങ്ങനെ ചെയ്യും? അഫർമേഷൻസ് വളരെ പവർഫുൾ ആണ്. അതായത് ഈ നെഗറ്റീവ് ലിമിറ്റിംഗ് ബിലീവ്സ് എന്ന് പറയുന്നത്, ഞാൻ ഫെയിലിയർ ആണ്, എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല എന്നുള്ള ആ ലിമിറ്റിംഗ് ബിലീവ്സ് ചേഞ്ച് ചെയ്യാൻ ഒരു പരിധി വരെ അഫർമേഷൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഈ അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള പോലെ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിലായിരിക്കണം. സബ് കോൺഷ്യസ് മൈൻഡിന് ഫ്യൂച്ചറും പാസ്റ്റും ഒന്നും തിരിച്ചറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് പ്രസന്റ് ടെൻസിൽ വേണം പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് ആ സ്കില്ല് ഉണ്ടോ, എനിക്കതിന് കഴിയോ എന്നുള്ളതല്ല. എന്ത് കാര്യം പറയുമ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസിൽ പറയാൻ ശ്രമിക്കുക. അതായത് ഐ ആം സക്സസ്ഫുൾ എന്ന് നമ്മൾ പറയുന്നില്ലേ, ഞാൻ സക്സസ് ആവും എന്നല്ല, ഞാനിപ്പോൾ സക്സസ്ഫുൾ ആണ്. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് വേണം അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ. നമ്മൾ ഒരിക്കലും നെഗറ്റീവ് സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പാടില്ല. എക്സാമ്പിൾ ആയിട്ട്, ഞാൻ ഇനി ജങ്ക് ഫുഡ് കഴിക്കില്ല എന്നല്ല പറയണ്ടേ, ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ചോയ്സ് ആയിരിക്കും ഇനി എടുക്കുക, ഞാൻ ഹെൽത്തി ആണ്. ആ രീതിയിലുള്ള പോസിറ്റീവ് ആയതുള്ള പറയണം. ഞാൻ ചെയ്യത്തില്ല നെഗറ്റീവ് ആയിട്ടുള്ളത് പറയാതെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. അതുപോലെ വേണം പ്രിസൈസ് ആയിട്ട് പറയണം. അതായത് നമ്മൾ പറയുന്ന ബ്രെയിനിന് കൊടുക്കുന്ന അഫർമേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടിരിക്കണം.
ദെൻ ഫോർത്ത് പോയിന്റ് ആണ് പ്രാക്ടീസ്. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പറയണം. അറ്റ്ലീസ്റ്റ് 2 times എങ്കിലും പറയണം. ഏറ്റവും നല്ല റെസെപ്റ്റീവ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് മോർണിംഗും നൈറ്റ് ബിഫോർ ബെഡും ആഫ്റ്റർ നമ്മൾ എണീറ്റ് 30 മിനിറ്റ്സും ഉറങ്ങുന്നതിന് മുന്നേ 30 മിനിറ്റ്സും. ആ ടൈമിൽ നമ്മുടെ ബ്രെയിൻ വേവ്സ് വളരെ റിസെപ്റ്റീവ് ആയിരിക്കും. ഈ ടൈമിൽ നിങ്ങൾ അഫർമേഷൻസ് കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് നമ്മുടെ ബ്രെയിൻ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് സ്റ്റോർ ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് അഫർമേഷൻസ് ഒരു ടൂളാണ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ആ ഒരു ഇവന്റ് സംഭവിച്ച പോലെ, ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയിൽ ഞാൻ കയറി, അവിടെ നമ്മൾ എങ്ങനെയായിരിക്കുമോ നമ്മൾ അവിടെ ജോലിക്ക് കയറി കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ ചേഞ്ച് സംഭവിക്കില്ലേ, ആ ഒരു കാര്യം നമ്മൾ സംഭവിച്ചു കഴിഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. അതാണ് സെക്കൻഡ് പോയിന്റ്, വിഷ്വലൈസ് ചെയ്യുക. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സെൻസസ് യൂസ് ചെയ്തിട്ട് അവിടെ നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യും, എന്ത് ഇമോഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക, എന്തൊക്കെ മാക്സിമം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും അതെല്ലാം നിങ്ങൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ അഫർമേഷൻ എപ്പോഴും നല്ല രീതിയിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുന്നത് ഞാൻ ഫെയിലിയർ ആണ് എന്നാണെങ്കിൽ നിങ്ങൾ ഈ അഫർമേഷനിലൂടെ മാക്സിമം ആ ഇമോഷൻ എല്ലാം നിങ്ങൾ കൊടുത്ത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് ഓക്കെ നിങ്ങൾ അതിലാണ്, നിങ്ങളിപ്പോൾ സക്സസ്ഫുൾ ആണ്, നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു കരിയർ ഗ്രോത്തോ അതുപോലെ തന്നെ ഒരു ബിസിനസ്സോ നിങ്ങൾ നേടിക്കഴിഞ്ഞു. ആ വിഷ്വലൈസേഷൻ മാക്സിമം നിങ്ങൾ ഡീറ്റെയിലും ചെറിയ ചെറിയ ഡീറ്റെയിൽ പോലും ആഡ് ചെയ്തിട്ട് ആ വിഷ്വലൈസേഷൻ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മോർണിംഗോ അതുപോലെ നൈറ്റ് ബിഫോർ ബെഡോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസെപ്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും, ഞാൻ മുന്നേ പറഞ്ഞില്ലേ ബ്രെയിൻ. അതുകൊണ്ട് തന്നെ അതിന് ചാൻസസ് കൂടുതലാണ്, ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ്സ് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മറ്റൊന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഒരുപാട് പേര് നമ്മളിന്ന് സംഭവിച്ച കാര്യത്തിനെ പറ്റിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി ചെയ്യാറുണ്ടായിരിക്കും. ഇത് നമ്മൾ സംഭവിക്കാൻ പോകുന്ന കാര്യം, അതായത് ഞാൻ ലൈഫിൽ സക്സസ്ഫുൾ ആവുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ മൊമെന്റിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവാം. അത് സംഭവിച്ച പോലെ ഞാൻ 2026 എൻഡ് ആവുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കരിയർ ചൂസ് ചെയ്തിട്ടോ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടോ ഞാൻ എങ്ങനെയായിരിക്കും ആ സമയത്ത് ഫീൽ ചെയ്യുക, നമ്മൾ ഭയങ്കര സന്തോഷത്തിലും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആകത്തില്ലേ, അത് നമ്മൾ ഇപ്പൊ തൊട്ടേ നമ്മളത് ഫീൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അത് അച്ചീവ് ചെയ്യാത്തതാണ്, പക്ഷെ നമ്മൾ അത് അച്ചീവ് ചെയ്ത പോലെ ആ ടൈമിൽ നമുക്ക് ഉണ്ടാവുന്ന ആ ഹാപ്പിനെസ്സും ആ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ ഇപ്പൊ തൊട്ടേ ഫീൽ ചെയ്ത് തുടങ്ങും. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ ആ മുന്നത്തെ ഒരു ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുന്നത് ഞാൻ ഫെയിലിയർ ആണ്, ഓക്കെ, പക്ഷെ ഇപ്പൊ ഞാൻ ഫീൽ ചെയ്യുന്നത് എന്താ, ഞാനത് എനിക്ക് അച്ചീവ് ചെയ്ത് ഞാൻ വളരെ സക്സസ്ഫുൾ ആയി ഞാൻ അച്ചീവ് ചെയ്ത് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന ആ ഒരു ഇമോഷനാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിൽ ഒരു കൺഫ്യൂഷൻ വരികയാണ്, എൻ്റെ ബിലീഫ് സിസ്റ്റം ഇതാണല്ലോ, പിന്നെ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാവാൻ റിപ്പീറ്റേഷനിലൂടെയും അതുപോലെ തന്നെ എക്സ്പീരിയൻസിലൂടെയാണ്. അപ്പൊ നമ്മൾ മാക്സിമം അത് എക്സ്പീരിയൻസ് ചെയ്യുക, എങ്ങനെയായിരിക്കും ഞാൻ ആ മൊമെന്റ് ഉണ്ടായിരിക്കുക, ഞാൻ സക്സസ്ഫുൾ ആവുന്ന ആ മൊമെന്റിൽ ഞാൻ എന്തായിരിക്കും ഫീൽ ചെയ്യുക, അത് നമ്മൾ ഫീൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ചേഞ്ച് ചെയ്ത് പുതിയതായിട്ടുള്ള ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂളാണ് വേണ്ടത്. അതായത് ഞാൻ ഇതെല്ലാം ട്രൈ ചെയ്തിട്ടും നടക്കുന്നില്ല, അപ്പോൾ നമുക്ക് വേണ്ടത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂളാണ്. അതിനാണ് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീവയർ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്, തെറാപ്യൂട്ടിക് മൊഡ്യൂളാണ് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇനി നിങ്ങളും ചിന്തിച്ച് നോക്കൂ, വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് വളരെ പിന്ററസ്റ്റിൽ നോക്കിയിട്ട് എസ്തെറ്റിക് ആയ രീതിയിൽ വിഷൻ ബോർഡിൽ പിക്ചേഴ്സ് എല്ലാം ഡൗൺലോഡ് നമ്മളത് പേസ്റ്റ് ചെയ്യുന്ന രീതി മാത്രമല്ല, ഇതിന് പിന്നിൽ നല്ല രീതിയിൽ നമ്മളൊരു പ്രീവിയസ് ഇയേഴ്സ് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്ത് അതിൽ നമ്മളൊരു അവയർനെസ്സോട് കൂടിയിട്ട് പുതിയൊരു കൊല്ലത്തിലേക്ക് വേണ്ട ഗോൾസ് എല്ലാം നമ്മൾ ക്ലിയറും ക്ലാരിറ്റിയോട് കൂടി നമ്മളത് ഗോൾ സെറ്റിംഗ് ചെയ്ത് പ്രോസസ് ഗോളും എൻഡ് ഗോളും എല്ലാം സെറ്റ് ചെയ്ത് അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ആക്ഷൻ ബോർഡാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടും നമുക്കത് നേടാൻ പറ്റാതിരിക്കുന്നത് നമ്മുടെ ലിമിറ്റിംഗ് ബിലീവ്സ് കാരണമായിരിക്കും. ആ ലിമിറ്റിംഗ് ബിലീവ്സ് കൂടെ നമ്മളൊന്ന് റീവയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളും ചിന്തിച്ച് നോക്കൂ, വിഷൻ ബോർഡ് നമ്മുടെ വിഷൻസ് എല്ലാം നമ്മുടെ ഗോളെല്ലാം അച്ചീവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലല്ലേ. അതുപോലെ തന്നെ ഇന്നേ വരെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ.
ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലതല്ലേ. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കി ഇത് വർക്കാവോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങളൊന്ന് ഓർത്തെടുത്ത് ഒരു വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായാലും നിങ്ങളുടെ ഇന്നലത്തെ ലൈഫ്, നിങ്ങളുടെ ലാസ്റ്റ് ഇയർ എങ്ങനെയാണോ അതിനെക്കാട്ടും എന്തായാലും കുറച്ചുകൂടി ബെറ്റർ ആവാനാ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക.